എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാത്തത് വേറെ ഒന്നുമില്ല, ഇത്തിരി തിരക്കിലായിരുന്നു. പിന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതൊക്കെ കേട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, റിപ്ലൈ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ചില ബാഡ് കമൻറ്റുകളൊക്കെ ഉണ്ട്. എല്ലാ ബാഡ് കമൻറ്റുകൾക്ക് നമ്മൾ വർത്തമാനം പറയാൻ പോയി അതിനെ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ, ബാഡ് കമൻറ്റ് മാത്രം പറയണം എന്നുദ്ദേശിച്ച് നടക്കുന്ന കുറേ വ്യക്തികൾ. ഒന്ന് രണ്ടെന്നൊന്നുമല്ല, ഇപ്പം എല്ലാ മേഖലയിലും. ഇപ്പം ഞാനൊരു ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരിൽ 100 ഓട്ടോക്കാരുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം പൊട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ബാധിക്കും. അതുപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക്. ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മളായി ജീവിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. മറ്റുള്ളവരെ ഇപ്പം ഞാൻ ഒരാളെ കുറ്റം പറയുമ്പോൾ ഞാൻ നന്നായിട്ട് വേണം ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയാൻ, ഇല്ലേ? നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം നമ്മൾ താഴ്ത്തി വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം അന്വേഷിക്കാൻ പോകണം. ഈ ബൈബിളിൽ പറയണ്ട, അവനെൻ്റെ കണ്ണിൽ കരടെടുത്ത് മാറ്റാണ്ട് മറ്റൊരാളുടെ കണ്ണിലെ തടിയെടുത്ത്, എൻ്റെ കണ്ണിലെ തടിയാണ്, എന്നിട്ടാണ് മറ്റുള്ളവരെ കരടെടുക്കാൻ പോണത്. അപ്പം നമ്മളായിട്ട് ജീവിക്കുക. നമ്മൾ വലിയ പുണ്യവതിയോ അല്ലെങ്കിൽ ഉപദേശിക്കുകയോ ഒരാളെ ഇതാക്കുകയല്ല ചെയ്യണത്. ഓരോ വ്യക്തികൾക്ക് ഓരോതായ ജനുവിലുണ്ട്. ഇപ്പം എന്നെപ്പോലെ ആവില്ല വേറൊരാളെ പോലെ ആവില്ല ഞാൻ. അങ്ങനെയൊക്കെ പല രീതിയിലല്ല. ഇപ്പോൾ ഒരു വിരലുമ്പോൾ തന്നെ 5 വിരലുണ്ടെങ്കിൽ 5 വിരലും ഒരേപോലെ ഒന്നുമല്ലല്ലോ. അതേപോലെ ഒരു അപ്പനമ്മയ്ക്കും 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളും ഒരേ സ്വഭാവക്കാരാവണമെന്നില്ല. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. മറ്റുള്ളവർക്കും വേദനയാവും എന്ന് വിചാരിച്ച് ചിന്തിച്ചിട്ട് മുന്നോട്ട് നീങ്ങാട്ടോ.